കിലോമീറ്റർ വരെ ലക്ഷ്യത്തിലെത്താനുള്ള ദൂരപരിധി, 7 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായി വായുവിൽ തുടരാനുള്ള ശേഷി, 50 കിലോഗ്രാം വരെ പെലോഡ് വഹിക്കാനുള്ള കഴിവ്, സ്വയംഭരണ നാവിഗേഷൻ സംവിധാനം, കൃത്യമായ ലക്ഷ്യനിർണയ സാങ്കേതിക വിദ്യ, ചെലവ് കുറഞ്ഞ ദീർഘദൂര ആക്രമണ ശേഷി. ഇതെല്ലാമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച KAL ദീർഘദൂര വൺ വേ അറ്റാക്ക് ഡ്രോണിന്റെ പ്രധാന സവിശേഷതകൾ. ഉയർന്ന മൂല്യമുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ ദൂരത്തുനിന്ന് കൃത്യമായി ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഡ്രോൺ ദീർഘദൂര ആക്രമണശേഷി, കുറഞ്ഞ വിന്യാസ ചെലവ് എന്നിവയെ ഒരുമിപ്പിച്ച് സംയോജിപ്പിക്കുന്ന പുതിയ തലമുറ ആളില്ല യുദ്ധ പ്ലാറ്റ്ഫോമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ദൗത്യങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ദീർഘദൂര കൃത്യതയാർന്ന ആക്രമണങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നടത്താൻ കഴിയുന്ന ഈ പ്ലാറ്റ്ഫോം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക രംഗത്തെ സുപ്രധാന മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നതിനോടൊപ്പം തന്നെ ആഗോള പ്രതിരോധ വിപണിയിലും ശ്രദ്ധ നേടുകയാണ്. ലോകമെമ്പാടും സുരക്ഷാ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ദീർഘദൂര ആക്രമണശേഷിയുള്ള സ്വയംഭരണ ഡ്രോണുകൾക്ക് വലിയ ആവശ്യകതയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖല, പശ്ചിമേഷ്യ, യൂറോപ്പ് തുടങ്ങിയ മേഖലകളിലെ യുദ്ധങ്ങളും അതിർത്തി സംഘർഷങ്ങളും പരമ്പരാഗത മിസൈലുകളേക്കാൾ കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന കൃത്യതയാർന്ന ഡ്രോണുകളുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത KAL ഡ്രോണിനെ അന്താരാഷ്ട്ര കയറ്റുമതിക്കായി തയ്യാറാക്കുന്നത്. ആവശ്യമായ എല്ലാ ഇന്ത്യൻ സർക്കാർ അനുമതികൾക്കും കയറ്റുമതി നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടായിരിക്കും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക. IG ഡിഫൻസ് വികസിപ്പിച്ച KAL ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച 1000 കിലോമീറ്റർ ശ്രേണിയിലുള്ള ദീർഘദൂര വൺ വേ അറ്റാക്ക് ഡ്രോണായി വിശേഷിപ്പിക്കപ്പെടുന്നു. ഉയർന്ന മൂല്യമുള്ള സൈനിക ലക്ഷ്യങ്ങളെ വളരെ ദൂരെ നിന്നു തന്നെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്വയം നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവ്, ദീർഘനേരം വായുവിൽ തുടരാനുള്ള ശേഷി, കൃത്യമായ ലക്ഷ്യനിർണയ സംവിധാനം എന്നിവയെല്ലാം ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രധാന സവിശേഷതകളാണ്. പരമ്പരാഗത മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ സമാനമായ തന്ത്രപരമായ ഫലം കൈവരിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത്. KAL ഡ്രോൺ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ ഇറാന്റെ ഷാഹിദ് 136 വിഭാഗത്തിലുള്ള ദീർഘദൂര വൺ വേ ആക്രമണ ഡ്രോണുകളുടെ സാങ്കേതിക ആശയത്തോട് സാമ്യമുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഇത്തരം ഡ്രോണുകൾ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരുന്നു. ഇതേ വിഭാഗത്തിൽ റഷ്യയുടെ ഖൊറാൻ 2 ഡ്രോണും അമേരിക്ക വികസിപ്പിച്ച ലൂക്ക സംവിധാനവും ഉൾപ്പെടുന്നു. എന്നാൽ KAL ഇന്ത്യയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയും ഭാവിയിലെ അന്താരാഷ്ട്ര പ്രതിരോധ വിപണി ലക്ഷ്യമിട്ടുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് കമ്പനി അവകാശപ്പെടുന്നു. പ്രവർത്തനശേഷിയുടെ കാര്യത്തിൽ KAL ശ്രദ്ധേയമായ സവിശേഷതകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം 1000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ ഡ്രോണിന് 7 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിയും. കൂടാതെ 50 കിലോഗ്രാം വരെ ഭാരമുള്ള പെലോഡ് വഹിക്കാനും ഇതിന് സാധിക്കും. ദീർഘദൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, കമാൻഡ് സെന്ററുകൾ, സൈനിക സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യങ്ങളുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ ശേഷി സായുധ സേനയ്ക്ക് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. IG ഡിഫൻസിന്റെ അഭിപ്രായത്തിൽ KAL ഒരു ഒറ്റപ്പെട്ട പദ്ധതി മാത്രമല്ല. ദീർഘദൂര ആക്രമണ ഡ്രോണുകൾ, ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ, ഫസ്റ്റ് പേഴ്സൺ വ്യൂ യുദ്ധ ഡ്രോണുകൾ, സ്വയംഭരണ ആളില്ല വ്യോമ വാഹനങ്ങൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, AI അധിഷ്ഠിത സ്വാം സാങ്കേതിക വിദ്യകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, റോബോട്ടിക് യുദ്ധ പ്ലാറ്റ്ഫോമുകൾ, ലോജിസ്റ്റിക് ഡ്രോണുകൾ തുടങ്ങിയ നിരവധി ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഭാവിയിലെ യുദ്ധക്കളത്തിന് ആവശ്യമായ സമഗ്രമായ ആളില്ല പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. IG ഡിഫൻസിന്റെ സ്ഥാപകനും CEOയുമായ ബോധിസത്ത സംഘപ്രിയയുടെ അഭിപ്രായത്തിൽ ഭാവിയിലെ യുദ്ധങ്ങളെ നിർവചിക്കുക ദീർഘദൂര സ്വയംഭരണ ആക്രമണ സംവിധാനങ്ങളായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശാസ്ത്രീയത്തിലേക്കുള്ള യാത്രയിൽ KAL നിർണായക നാഴികക്കല്ലാണെന്നും ലോകോത്തര നിലവാരമുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവാണ് ഇത് തെളിയിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആധുനിക യുദ്ധത്തിന്റെ മുഖച്ഛായ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ KAL പോലുള്ള സ്വയംഭരണ ആക്രമണ ഡ്രോണുകളുടെ വികസനം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ വളർച്ചയുടെ മറ്റൊരു സുപ്രധാന ചുവടുവെപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി മുന്നേറുന്നത്. സർക്കാർ അനുമതികളും അന്താരാഷ്ട്ര കയറ്റുമതി ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കിയാൽ ആധുനിക ആളില്ല യുദ്ധ സാങ്കേതിക വിദ്യകളുടെ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയാണ് പ്രതിരോധ മേഖലയിലുള്ളവർ പങ്കുവയ്ക്കുന്നത്.